Hello. Welcome to Market Discussion of the Day. Today, 23rd May 2025. Friday ആണ്, വീക്കെൻഡ് ആണ്. സോ വീക്കെൻഡ് മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ നമ്മളുടെ പുതിയ ബാച്ച് ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന പുതിയ ബാച്ച് അടുത്ത ചൊവ്വാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്ത ബാച്ച് ഇന്ന് അവരുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. ഓക്കെ, സോ ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണമെന്ന് സീരിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു പോവാണ്. സോ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം, രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ടാണ് നമ്മളുടെ ഈ ഒരു ക്ലാസ് നടക്കുന്നത്. ഓക്കെ, ഈ 7:30 മണിക്കും 10:30 മണിക്കും നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മെസ്സേജ് അയക്കാൻ പാടുള്ളൂ. 4 ദിവസത്തെ ക്രാഷ് കോഴ്സാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് നമ്മൾ പെയ്ഡ് കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ജൂലൈ 1-ാം തീയതിയാണ് നമ്മളിപ്പം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിൽ ഫീസും ബാക്കി ഡീറ്റെയിൽസും അറിയണം എന്നുണ്ടെങ്കിൽ അതിനും എനിക്ക് ഡിസ്ക്രിപ്ഷനിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു തരുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ പറയാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഫണ്ടമെൻ്റൽസ് ഒന്നും ഇല്ലാത്ത ദിവസമാണ്. ഓക്കെ, നമുക്ക് എന്താ പറയുക, നമുക്ക് പ്യൂർലി ടെക്നിക്കൽ ബേസ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ്. ഇന്നലത്തെ പോലെ തന്നെ ഇന്നലെ നമുക്ക് ടെക്നിക്കൽ ഡേ ആയിരുന്നു. ടെക്നിക്കലായിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും വർക്കായി. ഇന്ന് ഉള്ള ന്യൂസ് എന്ന് പറഞ്ഞാൽ ന്യൂ ഹോം സെയിൽസ് ആണ് US നിന്ന് വരാനായിട്ടുള്ളത്. ഓക്കെ, വൈകുന്നേരം 3 മണിക്കാണ് ന്യൂ ഹോം സെയിൽസ് വരുന്നത്. രാവിലെ 7 മണിക്ക് GDP അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു യൂറോ സോണിൽ നിന്ന്. ഓക്കെ, അത് മാറ്റിക്കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും തന്നെ ഇല്ല. യൂറോ സോണിൽ നിന്നുള്ള GDP അനൗൺസ്മെന്റ് വന്നിട്ട് യൂറോയ്ക്ക് പോസിറ്റീവായിട്ടാണ് വന്നത്. സോ അത് നമുക്ക് മാർക്കറ്റിലും നമുക്ക് യൂറോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യൂറോ അത്യാവശ്യം മുകളിലോട്ട് പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും, അല്ലേ? സോ ഇതാണ് ബേസിക്കലി എനിക്ക് ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് വരാനായിട്ടുള്ള. ഓൾറെഡി യൂറോയിൽ നിന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ യൂറോയിൽ നിന്നുള്ള ന്യൂസ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു ന്യൂസേ ഉള്ളൂ, ന്യൂ ഹോം സെയിൽസ് മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്ക് 1:30 മണിക്കാണെന്നാണ് എൻ്റെ വിശ്വാസം, UK ടൈമിങ്. ഓക്കെ, ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഈ പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ JPYയിലോട്ട് വരുമ്പം JPY എന്താണ് കാണിക്കുന്നതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഒരു ഭയങ്കരമായ ഒരു കൺഫ്യൂഷനിലോട്ട് എന്നെ എത്തിക്കുന്നുണ്ട്. എനിക്ക് എങ്ങനെ അറിയില്ല. അതുകൊണ്ടിട്ട് തന്നെ JPYയിൽ ഞാനൊന്നും പറയുന്നില്ല. ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 143.253 ഓക്കെ, ഇന്നലെ ഒറ്റ ക്യാൻഡിലൊക്കെ 144.45 വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് അതിനുശേഷം വീണ്ടും മാർക്കറ്റ് താഴോട്ട് പോവുകയുണ്ടായി. ഇപ്പം 143.271 മാർക്കറ്റ് നിൽക്കുന്നു. എങ്ങോട്ടാണ് JPYയുടെ പോക്കെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബൈ എൻട്രി എവിടെയാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ 142 ഒരു പെർഫെക്റ്റ് ബൈ എൻട്രി നമുക്കുള്ളത്. 142 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് JPYയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സെല്ലിലോട്ട് പറയാനായിട്ട് എനിക്ക് ഇപ്പം പറയാനായിട്ടില്ല. 142 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടുള്ളൊരു സെൽ എൻട്രി നമുക്ക് അവിടെ ഉണ്ട് എന്ന് ഉറപ്പിക്കാം. ഓക്കെ, ഇതാണ് എനിക്ക് JPYയിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. നേരെ യൂറോയിലോട്ട് വരുമ്പം യൂറോ എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ 1.1100 ആണ് ഏറ്റവും നല്ലൊരു ബൈ എൻട്രി. അവിടെ വെച്ച് പകുതി മേടിക്കുക, 1.100 ബാക്കി പകുതി മേടിക്കുക എന്നുള്ളതാണ്. മാർക്കറ്റ് റീട്രേസ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം. പക്ഷേ പല കാര്യങ്ങൾ കൊണ്ടിട്ട് എന്താ പറയുക, വേൾഡിൽ നടക്കുന്ന പല കാര്യങ്ങൾ കൊണ്ടിട്ട് ഇനിയിപ്പം കിട്ടിയില്ലെങ്കിൽ എനിക്കറിയില്ല. ഓക്കെ, പക്ഷെ എന്നാലും കിട്ടേണ്ടതാണ്. ഓക്കെ, ഇല്ല എങ്കിൽ നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.3389 ഓക്കെ, നമുക്ക് 1.14
00 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ചെറിയൊരു സെല്ലെടുത്ത് ഒരു 40 to 50 സെല്ലെടുത്ത് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇല്ലെങ്കിൽ ഇന്ന് മാർക്കറ്റ് അവസാനിക്കുന്നത് 1.1300 താഴെയും തിങ്കളാഴ്ച രാവിലെ 7:30 മണിക്ക് 1.1300 താഴെയുമാണെങ്കിൽ നമുക്ക് അവിടുന്ന് വേണമെങ്കിലും ഒരു സെല്ലെടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് യൂറോയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. പക്ഷേ അത് അധികം വലിയൊരു ടാർഗറ്റ് വെക്കാതിരിക്കുക, ഒരു 40 to 50 ടാർഗറ്റ് എടുത്ത് പൊസിഷൻ എടുത്ത് മാറുക എന്നുള്ളതാണ് എനിക്ക് നമ്മുടെ യൂറോയിൽ പറയാനായിട്ടുള്ളത്. GBP കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.34798 എന്ന് പറയുന്ന റേഞ്ചിലാണ്. ഓക്കെ, ഇവിടുന്ന് നമുക്ക് എങ്ങോട്ട് എന്നുള്ളൊരു ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ 1.3400 അവിടെ പല ആൾക്കാരും ബൈ ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട സമയമായി. ഇതാണ് എനിക്ക് ഫസ്റ്റിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, ഇല്ല എങ്കിൽ നമുക്ക് 1.3500 അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇന്നത്തെ ഒരു ക്യാൻഡിലും 1.3500 മുകളിൽ പോയില്ല എങ്കിൽ ഇന്ന് രാത്രിയിൽ അവസാനിക്കുന്നത് 1.3500 താഴെയാണ് എങ്കിൽ മൺഡേയും നമുക്ക് 1.350 താഴെയാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് നമുക്ക് GBP സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് GBPയിൽ പറഞ്ഞു തരാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, നേരെ നമ്മൾ നമ്മുടെ GBPയും ഞാൻ നേരത്തെ പറഞ്ഞു ലോങ്ങർ ടേമിലോട്ട് നോക്കുന്ന ആൾക്കാർക്ക് നമുക്ക് 1.3400 അവിടെ നിന്നാണ് നമുക്ക് 1.300 അവിടെ നിന്നാണ് നമുക്ക് നല്ലൊരു ബൈ എൻട്രി ഉള്ളത്. ഓക്കെ, ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് 1.3300 അവിടെ 3330 അവിടുന്ന് പ്രൈസ് റിജക്ഷൻ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ 3330 അവിടുന്ന് സെല്ലെടുത്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഞാൻ ഗോൾഡിൽ ഒരു കാരണവശാലും സെല്ലിങ് ഓപ്പർച്യൂണിറ്റി പറയാത്ത ഒരാളാണ്. കാരണം ഇപ്പം വളരെ ഒരുപാട് ഫണ്ടമെൻ്റൽസ് നടക്കുന്നുണ്ട് വേൾഡിൽ തന്നെ. ഇപ്പോൾ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം റഷ്യൻ പ്രസിഡന്റിന് വാർ അവസാനിപ്പിക്കാൻ ഒരു താല്പര്യമില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം നോക്കാവുന്നതാണ്. ഓക്കെ, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ഓക്കെ, അപ്പം റഷ്യൻ പ്രസിഡന്റിന് വാർ അവസാനിപ്പിക്കാൻ താല്പര്യമില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് യൂറോപ്പിലുള്ള നേതാക്കളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, അത് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേപോലെ പല കാര്യങ്ങളും ഇപ്പം എന്താ പറയുക, റഷ്യ ഉക്രൈൻ വാറിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളും അത് പീസിലോട്ട് വരും എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് പീസിലോട്ട് വരത്തില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലായി. എന്നത്തേക്കാണ് അത് പീസിലോട്ട് വരുന്നത് എന്നൊന്നും നമുക്കറിയില്ല. ഓക്കെ, അതേപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നടക്കുന്ന അതേപോലെ എന്താ പറയുക, നമ്മുടെ താരിഫ് വെച്ചിട്ടൊക്കെ താൽക്കാലികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒന്നിനും ഒരു തീരുമാനമായിട്ടില്ല. അവിടെയും അൺസർട്ടൺ സിറ്റുവേഷനാണ് നടക്കുന്നത്. പിന്നീട് US സംബന്ധിച്ചിടത്തോളം ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തന്നെ ടാക്സ് വെട്ടിക്കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാക്സ് എന്താ പറയുക, ഹൈ ടാക്സ് കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ടാക്സ് വെട്ടിക്കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് വൺ ഓഫ് ദ കാര്യമാണ്. അതൊക്കെ മാർക്കറ്റിനെ അല്ലെങ്കിൽ ആൾക്കാരിൽ അതെങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതൊരു റിസഷനിലോട്ടാണോ പോകുന്നത്? ഗോൾഡൻ ഡോം എന്ന് പറയുന്ന ഒരു ആയുധം, അത് മിസൈലുകളെ തടയാനായിട്ടാണ്. അത് രാജ്യങ്ങൾ മേടിക്കണം. 175 മില്യൺ US ഡോളർ ആണ് അതിന് കൊടുത്തേക്കുന്ന വില എന്നാണ് എൻ്റെ വിശ്വാസം. ഇങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസ, ഓക്കെ, അതൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ടാക്സ് വെട്ടിക്കുറയ്ക്കുന്നതിലൂടെ US എക്കണോമിയിലോട്ട് വരുന്ന പൈസയാണ് കുറയുന്നത് അല്ലേ. അങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ പുള്ളിക്കാരൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. പക്ഷേ അതൊരു ലോങ്ങർ ടേമിലോട്ട് എങ്ങോട്ട് വരും, എന്തായി തീരും, അത് US എക്കണോമിയെ മാത്രമേ അഫക്റ്റ് ചെയ്യുള്ളൂ, അതോ വേൾഡിലുള്ള എല്ലാ രാജ്യങ്ങളെ അഫക്റ്റ് ചെയ്യുമോ, ഇതൊന്നും നമുക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല.
അല്ലെ, അറിയില്ല എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ളൊരു കാര്യം അല്ലേ. സോ നാറ്റോ, പക്ഷെ അതിന് എതിരായിട്ട് അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നാറ്റോയിലോട്ട് വരുന്ന പൈസ വെട്ടിക്കുറച്ചു. ഓക്കെ, അതേപോലെ തന്നെ വേൾഡിൽ പല കാര്യങ്ങൾക്ക് US ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന പൈസ വെട്ടിക്കുറച്ചു. നാസ പ്രോജക്റ്റുകൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വെട്ടിക്കുറച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇത് എങ്ങോട്ടായി തീരും എന്നുള്ളത് അത് ബേസിക്കലി US എക്കണോമിയെ മാത്രമാണോ അഫക്റ്റ് ചെയ്യുന്നത്, അതോ വേൾഡ് മൊത്തത്തിൽ അഫക്റ്റഡ് ആവുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാത്തത് കൊണ്ട് അൺസർട്ടൺ സിറ്റുവേഷനാണ്. അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡ് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതലുള്ളത്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബൈ എൻട്രി എടുക്കുന്നതാണ് നമുക്ക് എന്തുകൊണ്ടും നല്ലത്. കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്കറിയാം മാർക്കറ്റ് ആക്ച്വലി മുകളിലോട്ട് പോകേണ്ട മാർക്കറ്റായിരുന്നു. ഇപ്പം 2250 വ്യാഴാഴ്ച വൈകുന്നേരം പോയിട്ട് മാർക്കറ്റ് എന്താ പറയുക, ഒരു 11 മണിക്കുള്ള ക്യാൻഡിൽ 2209 നിന്ന് 2155 വരെ പോയി. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടൊരു കാഴ്ചയാണ് അല്ലേ. സോ ഇത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ മാർക്കറ്റ് അങ്ങനെ അങ്ങ് പോകാനായിട്ടുള്ള റീസൺ അറിയില്ല. എന്നിട്ടാണ് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോയി റീട്രേസ് ചെയ്ത് 3243 വന്ന് ഈ ആഴ്ച 3230 അടുത്തൊക്കെ ഇപ്പം നിൽക്കുന്നത്. ഓക്കെ, സോ ചിലപ്പോൾ അങ്ങനൊരു താഴോട്ടൊക്കെ പോവാം. അങ്ങനെ പോയാൽ 80 മേടിക്കുക. എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ പകുതി ലോട്ട് 80 മേടിക്കുക. ഓക്കെ, 2250 അതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എൻട്രി കേട്ടോ. ബാക്കി 2260 മേടിക്കുക. ഓക്കെ, ഇത് രണ്ട് എൻട്രിയും നമുക്ക് കിട്ടിയാൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊരു 3400 വരെയൊക്കെയുള്ള നമുക്ക് പ്രോഫിറ്റ്. ഇനിഷ്യൽ ലെവൽ ഉറപ്പായിട്ട് 3345 റെസിസ്റ്റ് ചെയ്യും. ഓക്കെ, അതിനുശേഷം മുകളിലോട്ട് പോയാൽ 3380, 3400. ഓക്കെ, ചിലപ്പോൾ 3500 വരെയൊക്കെ പോവാം. പക്ഷെ അതിനൊക്കെ ഒരു 1-2 ആഴ്ചയൊക്കെ എടുത്തിട്ടായിരിക്കും പോകുന്നത്, അറിയില്ല. പക്ഷേ ഇതാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എൻട്രി എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ പോയ ഹൈ 3345, അപ്പോൾ ബ്രേക്ക് ഔട്ട് പറയും. അതിൻ്റെ മുകളിലൊരു ക്യാൻഡിൽ ഫോർമേഷന് നമ്മൾ ബ്രേക്ക് ഔട്ട് എന്ന് പറയും അല്ലേ. ആ ബ്രേക്ക് ഔട്ടിൽ നമുക്ക് വാങ്ങാം എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അല്ലാതെ വേറൊരു ഓപ്പർച്യൂണിറ്റിയും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പെർഫെക്റ്റ് എൻട്രി, സേഫ് എൻട്രി 3280 എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അടുത്ത ഒരു ക്യാൻഡിൽ 10 മണിക്കുള്ള ക്യാൻഡിൽ 2:30 ഇന്ത്യൻ ടൈമിൽ ഏഷ്യ ക്ലോസ് ആവുന്ന ക്യാൻഡിൽ 3330 താഴെയാണെങ്കിൽ റിസ്ക് എടുത്തുകൊണ്ട് ഓക്കെ ഡയറക്ഷനെതിരായിട്ട് നമുക്ക് നിൽക്കാം. വേണമെങ്കിൽ ഒരു 0.3 ലോട്ടോ 1 ലോട്ട് എടുക്കുന്ന ആൾക്കാർ 0.3 ലോട്ടോ 0.2 ലോട്ടോ എടുത്തുകൊണ്ട് നമുക്ക് അവിടെ നിന്നൊരു സെൽ എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് വേണം കേട്ടോ. സ്റ്റോപ്പ് ലോസ് ടൈറ്റായിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ 3338, സേഫായിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ 3345 മുകളിലായിട്ട്. ഓക്കെ, അത്രയും റിസ്ക് എടുക്കാൻ പറ്റുന്ന ആൾക്കാർ മാത്രം എടുത്താൽ മതി. ഓക്കെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. നമുക്ക് അടുത്ത ആഴ്ചത്തെ ന്യൂസുകൾ എന്തൊക്കെയാണ് വരുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ആഴ്ച ഡിസ്കസ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിന് വേണ്ടുന്ന ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്യാം. പെയ്ഡായിട്ടുള്ള കോഴ്സിനെ കുറിച്ച് അറിയണം എന്നുള്ള ആൾക്കാർക്കും എന്നെ കോൺടാക്ട് ചെയ്യാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ അല്ലെങ്കിൽ തിങ്കളാഴ്ച കാണുന്നത് വരെ ഗുഡ് ബൈ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഒറ്റ കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം ഇന്ന് മാർക്കറ്റ് അവസാനിച്ചാൽ അടുത്ത ചൊവ്വാഴ്ചയാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തിങ്കളാഴ്ച അവധിയാണ്, ലോങ് വീക്കെൻഡാണ്. സോ മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ പൊസിഷൻസ് കട്ട് ചെയ്ത് കളയുക. ഓപ്പൺ പൊസിഷൻസ് ഇല്ല എന്നുള്ള കാര്യം മേക്ക് ഷുവർ ചെയ്യാം. ഓക്കെ എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് തിങ്കളാഴ്ച കാണുന്നത് വരെ ഗുഡ് ബൈ.